ഹലോ ഗായ്സ്, നമുക്കൊന്ന് ഈസി കുമ്പളങ്ങ ചിക്കൻ കറി ആയാലോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അതിന് തന്നെ വേണ്ട സാധനങ്ങൾ നോക്കാം. ചിക്കൻ വേണം, കുമ്പളങ്ങ വേണം, സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില. നമ്മുടെ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി ചിക്കൻ്റെ. അതിനൊക്കെ തന്നെ തേങ്ങ വേണം, ജീരകം വേണം, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും മാത്രം മതിയാവും. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക്. ആദ്യം തന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സവാള ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക. നല്ലതുപോലെ ഇളക്കി വരുമ്പോഴേക്കും സവാള നല്ലതുപോലെ വാടി കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയും ജീരകവും കൂടെ ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കേണ്ടതുണ്ട് നമുക്ക്. എന്ന് വെച്ചാൽ നല്ല പേസ്റ്റാക്കണം, മോരിനരയ്ക്കുന്ന ആ പരുവത്തിലാക്കി എടുക്കണം. അപ്പോഴേ നമ്മുടെ സവാള ഒക്കെ വാടി കിട്ടിയിട്ടുണ്ട്. മസാല ചേർത്ത് കൊടുത്ത് ആ പച്ചമണം മാറുന്നതിന് ഇളക്കി കൊടുക്കുക. ഒട്ടും തന്നെ അടുക്കി പിടിക്കാൻ നോക്കണം. ഒരെണ്ണ തെളിയുന്ന വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് അത് നന്നായിട്ട് തക്കാളി ഉടയുന്ന വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. അതും ആ മസാല എല്ലാം ചിക്കനെ പിടിക്കുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മസാലയെല്ലാം. അത് കഴിഞ്ഞ് അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങും. അത് കഴിഞ്ഞ് നമുക്ക് കുമ്പളങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. കുമ്പളങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി ആ കുമ്പളങ്ങയിൽ മസാല എല്ലാം പിടിക്കുന്നവരൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം നമുക്ക്. അപ്പോഴേക്കും കുമ്പളങ്ങ വെന്ത് അതിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും അതൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ സ്വാദിഷ്ടമായ കുമ്പളങ്ങ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ അടച്ച് വയ്ക്കുമ്പോഴേക്കും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.